പശ്ചിമേഷ്യയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും യുദ്ധഭീതിയും അതിരൂക്ഷമായി തുടരുന്നതിനിടെ രാജ്യത്തിനുള്ളിൽ വൻ അട്ടിമറി ലക്ഷ്യമിട്ടെത്തിയ ഭീകര ശൃംഖലകളെ തകർത്തെറിഞ്ഞ് ഇറാന്റെ സുരക്ഷാ വിഭാഗം. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യയായ സിസ്താൻ ബലൂചിസ്ഥാനിൽ ഇറാനിയൻ രഹസ്യാന്വേഷണ മന്ത്രാലയം നടത്തിയ വൻ സുരക്ഷാ ഓപ്പറേഷനിലാണ് 2 തക്ഫീരി ഭീകര സംഘങ്ങളെ പൂർണ്ണമായും നിഷ്ക്രിയമാക്കിയത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുമായി നേരിട്ട് ബന്ധമുള്ള സംഘങ്ങളാണ് പിടിയിലായതെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ബാഹ്യ സുരക്ഷാ ഭീഷണികൾക്കിടയിൽ നടന്ന ഈ നിർണായക ഓപ്പറേഷൻ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ജാഗ്രതയുമാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വലിയ തോതിലുള്ള അട്ടിമറി ആക്രമണങ്ങൾക്കാണ് ഭീകരർ പദ്ധതിയിട്ടിരുന്നതെന്ന് വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഇറാനിയൻ ഇന്റലിജൻസ് സേന കൃത്യമായ ആസൂത്രണത്തോടെ ആക്രമണം തടുക്കുകയായിരുന്നു. പ്രത്യേക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ മിന്നൽ പരിശോധനകൾക്കും നീക്കങ്ങൾക്കും ഒടുവിൽ 4 പ്രമുഖ ഭീകരരെ ജീവനോടെ പിടികൂടാൻ സാധിച്ചു. ഓപ്പറേഷനിടെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലുണ്ടാവുകയും സൈന്യത്തിന്റെ വെടിയേറ്റ് 2 ഉന്നത ഭീകരർ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. വൻതോതിലുള്ള ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും പ്രദേശം വളഞ്ഞുള്ള തിരച്ചിലിൽ സുരക്ഷാ സേന കണ്ടെടുത്തു. ഇറാന്റെ തന്ത്രപ്രധാന സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഗ്രൗണ്ട് ഫോഴ്സിന് കീഴിലുള്ള ക്വറ്റ്സ് ബേസും ഇറാനിയൻ ദേശീയ പോലീസും സംയുക്തമായാണ് ഈ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. രഹസ്യാന്വേഷണ മന്ത്രാലയത്തിന്റെ വിവരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൈന്യവും പോലീസും നടത്തിയ ഏകോപിതമായ നീക്കമാണ് വൻ ദുരന്തം ഒഴിവാക്കാൻ സഹായകമായത്. പ്രദേശത്ത് ഇനിയും ഒളിവിലുള്ള ഏജന്റുമാർക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാനും വാഷിംഗ്ടണും ഇസ്രയേലും തമ്മിൽ നയതന്ത്രപരമായും സൈനികപരമായും കടുത്ത നിഴൽ യുദ്ധം നിലനിൽക്കുന്ന നിലവിലെ പശ്ചാത്തലത്തിൽ ഈ സുരക്ഷാ ഓപ്പറേഷന് വലിയ പ്രാധാന്യമാണുള്ളത്. വിദേശ രാജ്യങ്ങളുടെ പിന്തുണയോടെ രാജ്യത്തിനുള്ളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏജന്റുമാർക്കെതിരെയുള്ള ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പായി ഈ നടപടി വിലയിരുത്തപ്പെടുന്നുണ്ട്. വിദേശ ശക്തികളുടെ ചാരശൃംഖലകൾ ഇറാനിൽ എത്രത്തോളം സജീവമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിർത്തി മേഖലകളിലെ സുരക്ഷാ വെല്ലുവിളികളും മുതലാക്കിയാണ് വിദേശ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ഇവിടെ അടിത്തറയുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാനുമായും അഫ്ഗാനിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ഈ പ്രവിശ്യയിൽ മുൻപും സമാനമായ രീതിയിൽ വിമത ഗ്രൂപ്പുകളും തക്ഫീരി സംഘടനകളും ആക്രമണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മേഖലയിൽ സുരക്ഷാ പരിശോധനകൾ എന്നും കടുപ്പമുള്ളതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭീകരർ തന്ത്രപ്രധാനമായ സാമ്പത്തിക മേഖലകളെ ലക്ഷ്യമിട്ടത്. ഇന്ധന ഗതാഗത പാതകൾ, വ്യവസായ സമുച്ചയങ്ങൾ, ഊർജ്ജ നിലയങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്തി രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഭീതിയും സൃഷ്ടിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ കൃത്യസമയത്ത് ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചതോടെ ഒരു വലിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും ഇറാൻ രക്ഷപ്പെടുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ സഹദാനിൽ സമാന്തരമായി മറ്റൊരു സുരക്ഷാ ഓപ്പറേഷനും ഇറാനിയൻ അധികൃതർ വിജയകരമായി പൂർത്തിയാക്കി. പൊതുജനങ്ങളുടെ സമാധാന അന്തരീക്ഷം തകർക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത പ്രമുഖ കുറ്റവാളി സംഘത്തെയാണ് സഹദാനിൽ വെച്ച് പോലീസ് തകർത്തത്. നഗര കേന്ദ്രങ്ങളിൽ വൻ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട സംഘമാണിത്. തട്ടിക്കൊണ്ടുപോകലുകൾ, കവർച്ചകൾ, ആയുധമേന്തിയുള്ള കടന്നാക്രമണങ്ങൾ എന്നിവയിലൂടെ പ്രദേശത്ത് ക്രമസമാധാന നില പൂർണ്ണമായി തകർക്കാൻ ഈ കുറ്റവാളി സംഘം ശ്രമിച്ചു വരികയായിരുന്നു. പ്രധാന ബിസിനസ്സുകാരെയും ഭരണകൂട ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് തട്ടിക്കൊണ്ടുപോകൽ പരമ്പരകൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുറ്റവാളി സംഘത്തിനും വിദേശ ഏജൻസികളുമായി സമാന്തര ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ടും അല്ലാതെയും തുടരുന്ന ഏറ്റുമുട്ടലുകൾ പുതിയ തലത്തിലേക്ക് കടന്നതിന്റെ ലക്ഷണമാണ് ഇറാനിലെ ഈ ഭീകരവേട്ട. ഇസ്രയേൽ ഏജൻസിയായ മൊസാദും അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA ചേർന്ന് ഇറാന്റെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ നിരന്തരം ശ്രമിക്കുന്നുവെന്ന ആരോപണം ടെഹ്റാൻ ദീർഘകാലമായി ഉന്നയിക്കുന്നതാണ്. അതിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന ഇടപെടലുകളെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഈ ഓപ്പറേഷനിലൂടെ സൈന്യം നൽകുന്നത്. സഹദാനിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ കടുപ്പിച്ചതോടെ പ്രദേശവാസികൾ ആശ്വാസത്തിലാണ്. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്തും നിയമവിരുദ്ധ ആയുധ വ്യാപാരവും നടക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് സിസ്താൻ ബലൂചിസ്ഥാൻ. ഇവിടുത്തെ പ്രാദേശിക അസ്ഥിരതകളെ വിദേശ ശക്തികൾ ഇറാനെതിരെ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് തടയാൻ വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ സൈനിക പിരിമുറുക്കങ്ങളും ഗൾഫ് മേഖലയിലെ കപ്പൽ ആക്രമണങ്ങളും തുടരുന്നതിനിടെ സ്വന്തം രാജ്യത്തിനുള്ളിൽ നടന്ന ഈ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ഇറാന് വലിയ രാഷ്ട്രീയ ബലം നൽകുന്നുണ്ട്. ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും നടുവിലും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കാൻ ഇതിലൂടെ ടെഹ്റാന് സാധിച്ചു. സിസ്താൻ ബലൂചിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളും സങ്കീർണമായ ആശയവിനിമയ ഉപകരണങ്ങളും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഇന്റലിജൻസ് വിഭാഗം. അറസ്റ്റിലായ ഭീകരരിൽ നിന്നും പ്രദേശത്തെ മറ്റ് രഹസ്യ കേന്ദ്രങ്ങളെ കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും സുരക്ഷാ സമവാക്യങ്ങളും അതീവ സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇറാന്റെ തെക്ക് കിഴക്കൻ അതിർത്തിയിൽ നടന്ന ഈ സുരക്ഷാ വേട്ട മേഖലയിലെ ഭാവി സംഭവ വികാസങ്ങളിൽ നിർണായകമാകും. ബാഹ്യ ഭീഷണികളെയും ആഭ്യന്തര അട്ടിമറി നീക്കങ്ങളെയും ഒരുപോലെ പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.